ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വിഭവമാണ്. ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് പരിചയപ്പെടാം. ബീഫ് ഞാനിവിടെ ഒരു 750 ഗ്രാമോളം നല്ലപോലെ വിനാഗിരി ഉപ്പും ചേർത്ത് കഴുകി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സവാള 2 എണ്ണം ഇടത്തരം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കരിവേപ്പില, കടുക് 1/2 ടീസ്പൂൺ അളവിൽ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ അളവിൽ, മുഴുവൻ മസാല എടുത്തിട്ടുണ്ട്, ജീരകം ചെറുത് 1/2 ടീസ്പൂൺ അളവ്, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാടൻ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സവാളയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഏലക്ക 2 എണ്ണം, പട്ട ഒരു വലിയ കഷ്ണം, ഗ്രാമ്പു ഒരു 6 എണ്ണം, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ജീരകം, നല്ല ജീരകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കുരുമുളക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചെടുത്തു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില നമ്മളിവിടെ 2 തണ്ട് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് പകുതി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലൊരു 3 അല്ലി ഇട്ട് കൊടുക്കാം. പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ ഇതെല്ലാം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്തിട്ട് പകുതിയോളം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതിയോളം വിനാഗിരി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ബീഫിലേക്ക് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഈ മസാല കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി പകുതി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ വിനാഗിരി ഇവിടെ എടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ചേർത്തതിലേക്ക് നമ്മളിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൈവച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും ആ മാംസത്തിലൊക്കെ നന്നായിട്ട് മസാല ചേർന്ന് പിടിക്കും. കണ്ടോ, എല്ലാം കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. ഒരു 20-30 മിനിറ്റ്, അരമണിക്കൂർ അടുത്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിനകത്താണ് വേവിച്ചെടുക്കുന്നത്. ബീഫിന് അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ കുക്കറിലാണ് വേവിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. കണ്ടോ, നല്ലപോലെ വഴങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സവാളയും പച്ചമുളക് 5 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചമുളക് അധികം വേണ്ട ആവശ്യമില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, നാടൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നാടൻ മുളക് പൊടിക്ക് എങ്ങനെയും എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും കൂടി ചേർത്ത് നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായി വഴങ്ങി വരട്ടെ.
ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ എളുപ്പമാണ് നമുക്ക്. കണ്ടോ, അത്യാവശ്യം നല്ല പോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇത്രയും വഴങ്ങിയ അവസരത്തിലാണ് നമുക്കിനി നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കേണ്ടത്. ബീഫ് ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരിയുടെ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ആ മസാല വെള്ളം കുറച്ചുണ്ട്, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ അളവുണ്ട്. എങ്കിൽ കൂടിയും ഇൻ കേസ് ഇനി ചിലപ്പോൾ അത് വെള്ളം വറ്റിപ്പോയി കരിഞ്ഞു പിടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ മുൻകൂട്ടി കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടച്ചു മൂടി വെച്ച് വേവിക്കാം. ആദ്യം നല്ല ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുത്തുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വന്നു. ഇനി നമുക്ക് ഫ്ലെയിം താഴ്ത്തി കൊടുക്കാം. സിമ്മിലിട്ട് വേണം ബാക്കിയുള്ള വിസിൽ വരുത്താനായിട്ട് വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിസിൽ വന്ന് അതിൻ്റെ വെള്ളം വറ്റി പോവുകയുള്ളൂ. ബീഫ് നമുക്ക് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ 5-6 വിസിലൊക്കെ വന്ന് നമുക്ക് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ എയറും പോയ ശേഷം നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, വെള്ളത്തിൻ്റെ അംശം നിൽക്കുന്നത്, കുറച്ച് വെള്ളത്തിൻ്റെ അംശം നിൽക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വറ്റിക്കാം. നല്ലപോലെ വറ്റിച്ചെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അടച്ചു മൂടിയൊന്നും വെക്കണ്ട. വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കത് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചാൽ മതി. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പാകം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പിൻ്റെ അളവ് വേണോ വേണ്ടയോ എന്ന്. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി തന്നെ നിൽക്കുക. എന്നാൽ കൂടിയും ചിലപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ, ബീഫല്ലേ, വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ ഇങ്ങനെ ചേർന്ന് പിടിക്കും. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ചേർന്ന് ഇരിക്കണം. കണ്ടോ, ഏകദേശം പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മസാലയെല്ലാം ചേർത്ത് പിടിച്ച് ഒരു വരണ്ട ഒരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബീഫ് വിന്താലു ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.